2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് അനിവാര്യമാണ്. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കണമെങ്കിൽ കേരളത്തിൽ നിന്നും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 20-ൽ 19 പേരെയും തിരഞ്ഞെടുത്തയച്ച ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിലെ പത്തനംതിട്ട പാർലമെൻറ്റ് സ്ഥാനാർത്ഥി ആൻ്റണി അടക്കമുള്ളവർ ഡൽഹിയിൽ കേരളത്തിൻ്റെ പ്രതിനിധികളായി പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടത് ഒരു അനിവാര്യതയാണ്. നമ്മുടെ ദേശീയ രാഷ്ട്രീയം ഇന്ന് നമുക്കറിയാം വെല്ലുവിളികളുടെ മധ്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അതീവ ആശങ്കാകുലരാണ്. അതിലൊക്കെ ഉപരി നരേന്ദ്രമോദിയുടെ രണ്ടാം ഗവൺമെൻറ് ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്ത് നിലവിലിരുന്ന സ്വതന്ത്രാനന്ദ ഭാരതം ഇന്നുവരെ പുലർത്തിപ്പോന്നിരുന്ന മതേതരത്വത്തിൻ്റെയും ദേശീയ ഐക്യത്തിൻ്റെയും നാനാത്വത്തിൽ ഏകത്വം എന്ന ഉന്നത മൂല്യങ്ങളുടെയും ഒക്കെ മാനങ്ങൾക്കപ്പുറം ഭാരതത്തിൻ്റെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാതായിരിക്കുകയാണ്. പൗരത്വ ബില്ലടക്കമുള്ള കാര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോലും അതിശക്തമായ എതിർപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഭാരതത്തിൽ പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ തീർച്ചയായും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ ചേരിയോട് ഉറച്ചു നിൽക്കുന്ന ജനങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇന്ത്യയിലെ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെയും ഇന്ത്യയുടെ വികസനത്തിൻ്റെയും ഇന്ത്യയിലെ വിവിധ ഭാഷ സംസാരിക്കുന്ന വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ കോർത്തിണക്കിക്കൊണ്ടു പോകുന്ന ഒരു ഭരണകൂടം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു. അപ്രകാരം ആൻ്റണിയുടെ വിജയം ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമയോടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാക്കണം എന്നുള്ളതാണ് UDFൻ്റെ അഭ്യർത്ഥന.